എത്ര നാളെന്നും പറഞ്ഞ അവരെ മുമ്പിൽ കൈ നീട്ടുന്നത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഗാർഗിയെ പോയിട്ട് ഇവന്റെ പേര് ഒരു കേസ് കൊടു. എന്റെ പൊന്നേച്ചി, എന്നിട്ട് അതിന്റെ പേരിൽ വീണ്ടും അടി കൊള്ളാനോ? അയ്യോ, എന്നെ വെറുതെ ഇരിക്കും. എടി മീനുവിനെ ഉപദ്രവിക്കോ? കൊച്ചിന്റെ ദേഹത്ത് തൊടത്തില്ല ചേച്ചി. അല്ലെ പിന്നെ എന്തിനാ തൊടുന്നത്? അടി കൊള്ളാൻ ഞാൻ കിടപ്പുണ്ടല്ലോ. ഇവന് ഗാർഗി അടി നിന്റെ പൈസ അല്ലേ ഇല്ല, ഇല്ലേ? ഈ ചുരണ്ടാനും കറക്കാനൊക്കെ പോകാൻ പൈസ തരുന്നില്ല. കിട്ടിയില്ല, കാശ് തന്നില്ല. പെണ്ണുങ്ങളെ പഞ്ചായത്ത് നിങ്ങളെ ഉറപ്പിന് പൈസ ഒന്നുമില്ലേ? കിട്ടി തുടങ്ങിയില്ലേ? എനിക്ക് പൈസ വേണം, നീ വീട്ടിലോട്ട് പൈസ വേണം. എന്റെ കാശൊന്നും ഇതുപോലെ ഞാൻ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, കയ്യിൽ ഒരു കാശും ഇല്ലെന്ന്. ഞാൻ നിന്റെ ഫിനാൻസ്, നിന്റെ തന്ത ഇന്നലെ വന്നിട്ട് പൈസ തന്നില്ലേ? ഈ അച്ഛൻ ഇന്നലെ മരുന്ന് മേടിക്കാൻ വന്നില്ലയോ? കാശൊന്നും നുണ പറയരുത്, ഇവിടെ ചവിട്ടി ഞാൻ. അയാളെ നിന്റെ ചെലവൊത്ത അയാളെ ഉണ്ടാക്കുന്നത് നീ പ്രഹസനം അടിക്കുന്ന കേട്ടായിരുന്നല്ലോ. പാടി നീ ആ വീട് നോക്കാം. ഏതാണ്ട് പണി തുടങ്ങാൻ പോകുന്നു. പണി അത് കഴിഞ്ഞുള്ള ഉണ്ടാക്കലൊക്കെ ഞങ്ങളുടെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇടപാടാത്തവരും ഉണ്ടാക്കരുത്. ഇവിടെ എപ്പോ തൊഴിലുറപ്പിന് വന്ന അവള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളിനെ തൊട്ടാ നീ വിവരം അറിയും. കൈ വിട നിങ്ങള്, വീട്ടിട്ട് കൊല്ലുന്ന പോരെ. ഇതാണെങ്കിൽ നീ അനുഭവിക്കും. എന്താ എന്നെ ഉണ്ടാക്കും നിങ്ങളെല്ലാം അടിച്ചാരോ നിനക്ക്? കൊള്ളാം, നിനക്ക് എന്റെ പണി ഞാൻ വീട്ടിൽ തരാം കേട്ടോ. നാളെ എണ്ണത്തോണ്ട് ഞാൻ കിടന്നു അറികള്. കാര്യം എന്തോ പുല്ലനൊക്കെ എവിടെ പോയി കിടക്കണം? ആ അളിയാ, ഇവിടെ സാധനം വല്ലതും ഉണ്ടോ? നീ അവന്റെ പട്ടാളത്തിനോട് പോയ ബാബുവിന്റെ അവിടെ 1200 രൂപയെ നിന്റെ എന്തുകൊണ്ട്? എന്റെ ഒരു 10-200 രൂപ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ അവിടെ ചേർത്ത് 400 രൂപയുടെ സാധനം പകുതി അയാൾ തരും. ഇടത്തെ ഞാൻ മേടിച്ചിട്ടുണ്ടത് തരത്തില്ലേ? ഇപ്പൊ 1-ാം തീയതി പറഞ്ഞാൽ അടിക്കാതിരിക്കാം. നീന്റെ സർക്കാരിലൂടെ 1-ാം തീയതി കൊണ്ട് ഇതിനൊക്കെ അവധി കൊടുത്തേക്കുന്നത്. ശരി, നീ വെച്ചു. എന്തായാലും വിളിച്ചാ ഞാൻ വീട്ടിലുണ്ട്.